ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യോഹന്നാൻ 6:28-29 ജനങ്ങൾ യേശുവിനോട് ചോദിക്കുന്നു, ദൈവം ആവശ്യപ്പെടുന്ന പ്രവൃത്തികൾ, അതായത് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അതിനുള്ള മറുപടി കേൾക്കൂ. യേശു മറുപടി പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതാണ്, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അന്നത്തെ ജനത്തിന് ദൈവം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായി യേശു പറഞ്ഞത് ദൈവം അയച്ചവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കുക എന്നതാണ്. പക്ഷേ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർക്കായില്ല. പഴയ നിയമത്തിൽ ദൈവത്തോടൊപ്പം നടന്ന് ദൈവത്താൽ എടുക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ടല്ലോ, ഹാനോക്ക്. ഉൽപ്പത്തി 5:24 വായിക്കുക. ഈ ഹാനോക്കിനെ കുറിച്ച് എബ്രായർ 11:5-6 പറയുന്നത് കേൾക്കൂ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ എടുക്കപ്പെടുന്നതിന് മുൻപ് സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം തന്നെ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം വാഴുന്നു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. യൂദായുടെ പുസ്തകം 1:14-15 വരെയുള്ള ഭാഗങ്ങളിൽ ഹാനോക്ക് എന്താണ് വിശ്വസിച്ചതെന്ന് പറയുന്നുണ്ട്. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. അതിനാൽ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആവില്ല. 1 യോഹന്നാൻ 3:22 പറയുന്നത് ശ്രദ്ധിക്കൂ. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുകയും അവന് പ്രസാദമുള്ളത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നാം എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് നമുക്ക് ലഭിക്കും. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളതാണ് അവൻ്റെ കൽപ്പന. യേശുവിലുള്ള വിശ്വാസവും അനുസരണവുമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള പരമപ്രധാനമായ മാർഗം. റോമർ 8:8 പറയുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന്. ആരാണ് ജഡസ്വഭാവമുള്ളവർ? ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരെല്ലാം ജഡസ്വഭാവമുള്ളവരാണ്. സങ്കീർത്തനം 147:11 തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എബ്രായർ 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം വളരെ പ്രസാദിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ദാവീദ് സങ്കീർത്തനം 69:30-31 പറയുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമം സ്തുതിക്കും, സ്തോത്രാർപ്പണത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്തും. ഇത് യഹോവയ്ക്ക് ഒരു കാളയെ, കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റനെ യാഗമർപ്പിക്കുന്നതിലും പ്രസാദകരമായിരിക്കും. ഇങ്ങനെ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്താൽ സംഭവിക്കുന്നത് സദൃശവാക്യങ്ങൾ 16:7 പറയുന്നു. കേൾക്കൂ. ഒരുവൻ്റെ വഴികൾ യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കുമ്പോൾ അവിടുന്ന് അവൻ്റെ ശത്രുക്കളെ പോലും അവനുമായി സമാധാനത്തിലാക്കുന്നു. അതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. 2 കൊരിന്ത്യർ 5:9 അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരത്തിൽ നിന്ന് അകന്നാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് ലക്ഷ്യമാക്കുന്നു. പൗലോസ് പറയുന്നത് പോലെ ഈ ലക്ഷ്യത്തിനായി നമുക്ക് മുന്നേറാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.